ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഇവിടെ നെവിൻ നമ്മുടെ അക്ബർ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പണപ്പെട്ടി വരും ഈ വട്ടം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ സോങ് ഒക്കെ അങ്ങനെയാണ്. ഞാൻ എടുക്കും കേട്ടോ പണപ്പെട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ ചോദിക്കില്ല, അതെങ്ങനെ നിനക്ക് എടുക്കാൻ പറ്റും? ലാലേട്ടൻ പറഞ്ഞില്ലേ നിനക്ക് എടുക്കാൻ പാടില്ല, ഈ ഇതിൽ നീ ഇല്ല എന്ന് പറഞ്ഞല്ലോ. ബിഗ് ബോസിനെങ്ങാനും മനസ്സ് മാറിയാലോ? പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ബെഡിലാരും വെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ല. തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ എല്ലാവരും തെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്നെ കടിച്ച് മാന്തി പിച്ച് ഇതൊക്കെയോ, അപ്പോൾ അതൊന്നും തെറ്റല്ലേ? അതിനൊന്നും യാതൊരു ആക്ഷനും ഞാൻ അവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ബിഗ് ബോസിന് തന്നെ ടോപ്പ് 5 വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കരഞ്ഞ് മെഴുകിയിട്ടൊന്നും പോവാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, ഷാനവാസിന് എന്തൊക്കെ പറഞ്ഞു ലാലേട്ടൻ കഴിഞ്ഞ വട്ടം ഇട്ട് കീറിക്കളഞ്ഞില്ലേ? അനുമോൾ എത്ര ഞായറാഴ്ചകളും ശനിയാഴ്ചകളും കീറിയിട്ടുണ്ട്. അത് എന്നെ ഇപ്പം ഒരു വട്ടമല്ലേ, അതിപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇയാളെ ബാധിക്കുന്ന തരത്തിൽ ഇവർ പെരുമാറി ബിഗ് ബോസ്. കാരണം അയാളെ പെട്ടി ബാക്കി എല്ലാവർക്കും പണം കിട്ടുന്നു, ഇയാൾക്ക് മാത്രം കിട്ടിയില്ല. അത്രയും വേണ്ടിയിരുന്നില്ല. കാരണം അതേ തെറ്റുകൾ ഒരുപാട് പേര്, ഇപ്പം അനുമോൾ അന്ന് വെള്ളം ഒഴിച്ചതാണെങ്കിലും അനുമോളും കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ തെറ്റില്ല, ഇയാൾക്ക് മാത്രം തെറ്റിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ അതിൽ നിന്ന് മാറ്റി നിർത്തിയത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അയാൾ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ മണി ടാസ്ക് വന്നു. പിന്നെന്താണ്, ഇടിമഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ മണി പറക്കിയെടുക്കുക, ആ ടാസ്ക് വന്നു. അതിലൊന്നും ഇയാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നില്ല. ഇയാൾ ചെയ്ത എമൗണ്ട് മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഒരു ആദ്യത്തെ ടാസ്കിൽ ഒരു 150 രൂപയോളം കളക്ട് ചെയ്തു. അത് അനുമോൾക്കും അതുപോലെ ആദിലയ്ക്ക്, അക്ബറിന്, അനീഷിനും ഒക്കെ വീതിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെ രണ്ടാമത് അയാൾ കട്ടെടുത്ത് 15,000 രൂപ എടുത്തു. കട്ടെടുക്കുകയല്ല, അവർക്ക് വന്ന ടാസ്ക് ആയിരുന്നു. അത് എടുത്തപ്പോൾ അത് അക്ബർ ആർക്ക് കൊടുക്കണം ചോദിച്ചു. അപ്പോൾ അക്ബറിന് കൊടുക്കുകയാണ് ചെയ്തത് അയാൾ 15,000 രൂപ. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു കൊടുപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ മൂന്നാമത് ഒരു മണി അടിക്കുന്ന ടാസ്ക് വന്നു. ഈ ടാസ്കിലും 25,000 രൂപയാണ് പ്രൈസ്. അപ്പോൾ ഇയാൾ അതിൽ പങ്കെടുപ്പിച്ചില്ല, ഇയാളെ വിധി കർത്താവാക്കി നിർത്തി. ഇയാൾക്ക് പൈസയില്ല. ആദില ജയിച്ചു, 25,000 രൂപ കിട്ടി. അപ്പോൾ ഇയാൾ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തി. അത് കാണുമ്പോൾ ശരിക്കൊരു വിഷമമുണ്ട്. കാരണം ഇയാളെ തെറ്റുകൾ പോലെ തന്നെ പലരും അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറി പറഞ്ഞോർക്കും, അതുപോലെ പെണ്ണുങ്ങൾ അടിക്കാൻ പോയവർക്കും, ഫിസിക്കൽ അസോൾട്ട് ചെയ്തവർക്കും, അതുപോലെ തന്നെ കടിച്ചോർക്കും, മാന്തിയോർക്കും ഒന്നും കുറ്റമില്ല. ഇയാൾ ചെയ്തത് മാത്രം വലിയ കുറ്റം. ബെഡിൽ വെള്ളം ഒഴിച്ചു എന്നൊരു തെറ്റ്, അത് അയാളെ മേത്ത് വെള്ളം ഒഴിച്ചു, അപ്പോൾ അതൊരു തെറ്റല്ലേ? അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ബിഗ് ബോസ് ചെയ്തത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?